ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇലക്ട്രിക് സ്വിങ് മെഷീനിൽ ബട്ടൺ ഹോളും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബട്ടൺ ഹോളും ബട്ടണും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്സസറീസാണ് ഇതൊക്കെ നമുക്ക് മെഷീൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. ഈ താഴെയുള്ള റെഡ് ഫാബ്രിക്കിലാണ് ഞാനിവിടെ ബട്ടൺ ഹോളും ബട്ടണും ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇനി ഈ ബട്ടൺ ഹോൾ ഫുട്ടിൻ്റെ സെറ്റിങ്സ് പറഞ്ഞുതരാം. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കുറച്ച് മാർക്കിങ്സ് കാണാൻ പറ്റും. ആ മാർക്കിങ്സ് നമുക്ക് ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് മെഷീനിൽ വെക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ മെഷീനിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. അതുപോലെ തന്നെ ഈ ഒരു ഗ്രിഡ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന കാണാം നിങ്ങൾക്ക്. അത് ബട്ടൺ ഹോളിൻ്റെ ലെങ്ത്ത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ബട്ടൺ ഹോളിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് മാർക്കിങ്സ് കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു റെഡ് കളറിൽ വേറൊരു മാർക്കിങ്സും നിങ്ങൾക്ക് കാണാം. ഈ രണ്ട് മാർക്കിങ്സും വെച്ചിട്ടാണ് നമ്മൾ ബട്ടൺ ഹോളിൻ്റെ ലെങ്ത്ത് ഡിസൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തയ്ക്കാനുള്ള ബട്ടൺ ഇവിടെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ ഗ്രിഡ് ഒന്ന് താഴോട്ടാക്കാം. ഈ ഒരു ബട്ടൺ ഹോൾഡ് ചെയ്യണം. ഇനി ഉള്ളിലുള്ള റെഡ് മാർക്കിങ്ങും പുറമേയുള്ള റെഡ് മാർക്കിങ്ങും കൂടെ എവിടെയാണ് മാച്ച് ആവുന്നതെന്ന് നോക്കുക. ഇവിടെ എനിക്ക് വരുന്നത് ഇവിടെയാണ്, അതായത് 1, 2, 3 ഈ 3യിലാണ് എനിക്ക് ഈ ഒരു മാർക്കിംഗ് മാച്ചായിട്ട് വരുന്നത്. നമ്മളുടെ കയ്യിലുള്ള ബട്ടൻ്റെ എക്സാക്റ്റ് മെഷർമെൻ്റ് ആണിത്. അപ്പം എക്സാക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബട്ടൺ കയറണം എന്നില്ല. അപ്പോൾ എപ്പോഴും ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ എടുക്കുക. ബാർ ട്രാക്കിലെ നെക്സ്റ്റ് മാർക്കിംഗ് വരുന്നത് ഈ ഒരു 4ലാണ്. പക്ഷേ ഈ ഒരു 4ൽ ഞാൻ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ബട്ടൺ ഹോൾ ലെങ്ത്ത് കുറച്ച് കൂടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 3ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള ഒരു മാർക്കിംഗ് ആണ് ഞാൻ എടുക്കേണ്ടത്. അതായത് സെൻറ്റിമീറ്ററുടെ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 0.3 സെൻറ്റിമീറ്ററും കൂടെ കൂടുതൽ എടുക്കുക. അപ്പം ഈ 3ൻ്റെയും 4ൻ്റെയും ഇടയിലാണ് ഞാനിവിടെ മാർക്കിംഗ് എടുക്കുന്നത്. ഇത് സീം ട്രിപ്പറാണ്. ഇത് മെഷീൻ്റെ കൂടെ തന്നെ കിട്ടണതാണ്. ഇത് ബട്ടൺ ഹോൾ തയ്ച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗം നമുക്കൊന്ന് ട്രിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ബട്ടൺ പിടിപ്പിക്കേണ്ട പ്രഷർ ഫുട്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ബ്ലൂവിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പം അവിടെയാണ് ഈ ബട്ടൻ്റെ ഹോള് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അറ്റ് എ ടൈം 2 ഹോൾസാണ് ഈ ഒരു മെഷീൻ സ്വീച്ച് ചെയ്യുന്നത്. അപ്പം 2 എണ്ണം നമ്മൾ സ്വീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പൊസിഷൻ മാറ്റിയിട്ട് അടുത്ത 2 ഹോൾസും കൂടെ സ്വീച്ച് ചെയ്യുക. അങ്ങനെയാണ് 4 ഹോൾ ബട്ടൺ നമ്മൾ തുന്നിയെടുക്കേണ്ടത്. ഞാനിവിടെ ഫാബ്രിക്കിൽ ഒരു ചെറിയ മാർക്കിംഗ് കൊടുക്കുകയാണ്. ബട്ടൺ ഹോൾ എവിടെയാണ് വരേണ്ടത് അവിടെ ഒരു ചെറിയ മാർക്കിംഗ് കൊടുക്കുക. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാനൊരു ചെറിയ ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ബട്ടൺ സ്റ്റാർട്ട് ചെയ്യേണ്ട ബട്ടൺ ഹോളിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് മുകളിലത്തെ ഭാഗം ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അതും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ മെഷീനിൽ അതിനനുസരിച്ച് ഫാബ്രിക് സെറ്റ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഇവിടെയാണ് എനിക്ക് ഹോള് വരേണ്ടത്. ഞാനിവിടെ ബട്ടൺ ഹോളിൻ്റെ പ്രഷർ ഫുട്ട് പ്ലേസ് ചെയ്യാണ്. ഞാനിവിടെ ഫാബ്രിക് വെക്കുകയാണ്. ഓൾറെഡി ഒരു മാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗൈഡൻസ് ആയിട്ടാണ് ഞാനിവിടെ വെക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരു ചെറിയ റെക്റ്റാങ്കിൾ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ സെൻട്രലായിട്ട് വരണം നമ്മൾ ചെയ്ത മാർക്കിങ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ സ്റ്റാർട്ടിങ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഒരു പെർപെൻഡിക്കുലർ ലൈന് നിങ്ങൾ മാർക്ക് ചെയ്ത ലൈനായിട്ട് കൊടുത്താൽ മതി. അവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ആ ഒരു ലൈൻ വെക്കുക. അത്രയേ ഉള്ളൂ. ഇത് സെൻറ്ററിൽ ഇങ്ങനെ വരുന്ന വിധത്തിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇനി നിങ്ങൾക്ക് എടുക്കേണ്ട മാർക്കിങ്സ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ പറഞ്ഞത് പ്രകാരം 3ഉം അതിൻ്റെ കൂടെ ഒരു 0.3 സെൻറ്റിമീറ്ററും കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഫുഡ് പ്രഷർ വെച്ചിട്ട് ഒന്ന് താഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്യില്ല. ആ ഒരു ലെങ്ത്ത് അവിടെ സെറ്റായി കഴിഞ്ഞു. ഇവിടെ ബട്ടൺ ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻഷൻ സെറ്റ് ചെയ്യേണ്ടത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. അതുപോലെ തന്നെ സ്റ്റിച്ച് ലെങ്ത്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ തന്നെയാണ്. ഞാനിവിടെ തിരിച്ചിട്ട് ഇത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാക്കുകയാണ്. ഇനി പാറ്റേണിന് വേണ്ടിയിട്ട് നമുക്ക് ബട്ടൺ ഹോളിൻ്റെ പാറ്റേൺ ഇവിടെ ഉണ്ട്. ഓൾറെഡി നമ്പറൊക്കെ ഇട്ടിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, റെഡ് കളറിലുള്ള. ഈ പാറ്റേണിലേക്കാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പം ആദ്യത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ 1 ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ആ ഒരു പാറ്റേണിലേക്ക് ഞാനിത് തിരിക്കുകയാണ്. പാറ്റേൺ 1ലാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്.
പാറ്റേൺ വണ്ണിലെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് വരും. അങ്ങനെയാണ് പാറ്റേൺ വൺ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഓൾറെഡി സെൻറ്ററിൽ ഒരു വര വരച്ചിട്ടുണ്ട്. ഈ വരയുടെ സൈഡിലായിരിക്കും ഈ ഒരു പാറ്റേൺ വണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് വീഴുക. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ബട്ടൺ ഹോളിൻ്റെ ലെങ്ത്ത് എവിടെയാണ് അവസാനിക്കുന്നത്, അതായത് ഇവിടം വരെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഈ ലെങ്ത്തിൻ്റെ താഴെ എത്തിയപ്പോൾ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സൂചി മുകളിലേക്ക് ആക്കുക, കാരണം നമുക്കിത് പാറ്റേൺ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. പാറ്റേൺ ചേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും സൂചി മുകളിലേക്ക് ആക്കേണ്ടതാണ്. നമുക്ക് സെക്കൻഡ് പാറ്റേൺ ആണ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇതിൽ കാണിച്ച പ്രകാരം താഴെ ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ സ്റ്റിച്ച് വീഴുക. അപ്പം ഞാൻ ഈ ഡയലർ ഒന്ന് തിരിച്ചിട്ട് സെക്കൻഡ് പാറ്റേണിലേക്ക് ആക്കുകയാണ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ച് എങ്ങനെ വരുന്നു നോക്കാം. ഇവിടെ ഒരു 5-6 സ്റ്റിച്ച് ചെയ്യുക, അതും ചെയ്തിട്ടുണ്ട്. ഇനി സൂചി താഴെയാണുള്ളത്, നേരെ മുകളിലേക്കാക്കുക, കാരണം നമുക്ക് പാറ്റേൺ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാറ്റേൺ ആണ്. അപ്പം അത് പറഞ്ഞിരിക്കുന്നത് സൈഡിൽ കൂടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് വരും എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അപ്പോൾ തേർഡ് പാറ്റേണിലേക്ക് ഇട്ടിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. തേർഡ് പാറ്റേൺ സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മൾ എപ്പോഴും ഫസ്റ്റ് പാറ്റേൺ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ വെച്ചിട്ട് തന്നെ അവസാനിക്കണം. ഇത് കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് എവിടെയാണോ തുടങ്ങിയത് അവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഫോർത്ത് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും എന്നുള്ളതാണ് പാറ്റേണിലുള്ളത്. അതുകൊണ്ട് ഈ ഡയലർ ഒന്ന് തിരിച്ചിട്ട് ഫോർത്ത് പാറ്റേണിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇവിടെയും ഒരു 5-6 സ്റ്റിച്ച് മാത്രം കൊടുക്കുക. അതും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാബ്രിക് ഞാൻ ഇതിൽ നിന്ന് എടുക്കുകയാണ്. ഈ ബട്ടൺ ഹോളിൻ്റെ മുകളിലുള്ള ഈ നൂല് അതിൽ നമുക്ക് ഒരു സൂചിയിൽ കോർത്തിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കുടുക്കി വെക്കാവുന്നതാണ്. ഇതുപോലെ താഴേക്ക് തുന്നിയെടുക്കുക. എന്നിട്ട് അവിടെ നമുക്കൊരു കുടുക്കിട്ട് വെക്കാവുന്നതാണ്. ഇതാണ് ബട്ടൺ ഹോളിൻ്റെ റൈറ്റ് സൈഡ്, ഇത് റോങ് സൈഡും. ഇവിടെയുള്ള എഡീഷണൽ നൂലൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. ഇനി ഈ സീം ട്രിപ്പറിൻ്റെ ഏറ്റവും നീളം കൂടിയ ഒരു ഷാർപ്പ് പോയിൻ്റ് ഉണ്ട്. അത് ഈ ബട്ടൺ ഹോളിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ഒന്ന് കുത്തിയിറക്കുക. കുത്തി ഇറക്കി കഴിഞ്ഞിട്ട് വളരെ പതുക്കെ ഒന്ന് മുകളിലേക്കൊന്ന് നീക്കി കൊടുക്കുക. കാരണം അതിൻ്റെ ഇടയിൽ ബ്ലേഡാണുള്ളത്, അപ്പം അത് മുറിഞ്ഞ് വരും. മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നൂലൊന്നും മുറിഞ്ഞു പോകരുത്. അപ്പം ഓൾറെഡി അവിടെ ഒരു ഹോള് വീണിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബട്ടൺ ഹോള് ചെയ്തെടുക്കുന്നത്. അപ്പം ബട്ടൺ ഹോള് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബട്ടൺ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഈ ഒരു ബട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിടിപ്പിക്കേണ്ടത് എവിടെയാണ് അവിടെ ഒരു ജസ്റ്റ് മാർക്കിംഗ് കൊടുക്കുക. അപ്പം ഈ ബട്ടണിൻ്റെ സ്റ്റിച്ച് വരേണ്ടത് ഇങ്ങനെയാണ്, അതായത് ക്രോസായിട്ട് മുകളിലത്തതും താഴത്തതും ഇങ്ങനെ ക്രോസായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ബട്ടൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് ഈ 2 ഹോളും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ബട്ടൺ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഡാർണിങ് പ്ലേറ്റ്. ഇവിടെ 2 ഹോൾഡർ ഉണ്ട്, ഇതുപോലെ തന്നെ ഇവിടെ 2 ഹോൾസും ഉണ്ട്. അപ്പോൾ ഈ ഡാർണിങ് പ്ലേറ്റ് ഈ ഹോൾസിന് കറക്റ്റായിട്ട് വെക്കുക. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മൂവ് ചെയ്യില്ല. അതാണ് നമ്മുടെ കറക്റ്റ് പൊസിഷൻ. എന്നിട്ട് നിങ്ങളൊന്ന് സൂചി താഴോട്ടേക്ക് ആക്കി നോക്കുക. കറക്റ്റായിട്ട് താഴേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാർണിങ് പ്ലേറ്റ് വെച്ച പൊസിഷൻ കറക്റ്റാണ്. ഇനി ഞാനിവിടെ ഈ ഒരു ബട്ടൻ്റെ ഫുട്ട് വെക്കുകയാണ്. അപ്പം ഈ ഒരു ബ്ലൂ കളർ ഫ്രണ്ടിൽ വരുന്ന വിധത്തിൽ, അതായത് നമുക്ക് ഫേസ് ചെയ്യുന്ന വിധത്തിൽ വേണം ഈ ഒരു ബട്ടൺ ഫോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ടെൻഷൻ സെറ്റ് ചെയ്യേണ്ടത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. അതുപോലെ തന്നെ സ്റ്റിച്ച് ലെങ്ത്തും സെറ്റ് ചെയ്യേണ്ടത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. പാറ്റേൺ നിങ്ങൾ വെക്കേണ്ടത് സിഗ്സാഗ് പാറ്റേൺ ആണ്. ഞാനിവിടെ തിരിച്ചിട്ട് സിഗ്സാഗിലേക്ക് ആക്കുകയാണ്. അപ്പം സിഗ്സാഗിൽ തന്നെ ഡിഫറെൻറ്റ് വിഡ്ത്തിൻ്റെ ഉണ്ട്. അത് നിങ്ങൾ ബട്ടൺ വെച്ചിട്ട് സൂചി ഉള്ളിലേക്ക് പോകുന്നത് ഏത് വിഡ്ത്തിലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം പാറ്റേൺ സെലക്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. ഇനി ബട്ടൺ ഇതിൽ പ്ലേസ് ചെയ്യാണ്. അപ്പം ഞാൻ വെക്കുന്ന പൊസിഷൻ നോക്കുക, അതുപോലെ തന്നെയാണ് വെക്കേണ്ടത്. കാരണം നമുക്ക് ക്രോസ് ആയിട്ടുള്ള 2 ഹോൾസാണ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്.
ഞാനിവിടെ ബട്ടൺ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ സ്റ്റിച്ചിങ് എങ്ങനെയാണ് നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ഹോൾസ്, അതായത് ഈ ഹോളും ഇതിൽ രണ്ടിലും ആണ് സ്റ്റിച്ചിങ് നടക്കുക. ലെങ്ത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പാറ്റേൺ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് സിഗ്സാഗിൽ തന്നെ ഏറ്റവും വിഡ്ത്ത് കുറഞ്ഞ പാറ്റേൺ ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യം പാറ്റേൺ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ ഹാൻഡ് വീൽ ഒന്ന് തിരിച്ചിട്ട് സൂചി താഴേക്കാക്കിയിട്ട് കറക്റ്റായിട്ട് ഹോൾസിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു പാറ്റേണിലിടുക. ഞാനിപ്പോൾ ഇതൊന്ന് തിരിച്ച് നോക്കുകയാണ്. ഈ ഹോളിലേക്കും അത് പോകുന്നുണ്ട്, ഈ ഹോളിലേക്കും പോകുന്നുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ കറക്റ്റാണ്. ഓക്കെ, ഇനി ഞാനതൊന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കുറച്ചും കൂടെ വിട്ട് കുറച്ച് കൂടിയത് മാത്രമായിട്ട് ഇടുക. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യാണ് പോകുന്നുണ്ടോ എന്നുള്ളത്. ഇതിലും പോകുന്നുണ്ട്, ഇതിലും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിലും എനിക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ വിട്ട് കുറച്ചും കൂടെ കൂടിയ പാറ്റേണിലിടുക. ഇനി നമുക്ക് നോക്കാം ഈ ഒരു പാറ്റേണിൽ പോകുന്നുണ്ടോ എന്നുള്ളത്. ഈ ഒരു ഹോളിൽ പോകുന്നുണ്ട്, പക്ഷേ ഈ ഒരു ഹോളിൽ പോകുന്നില്ല. കണ്ടില്ലേ, ബട്ടണിലാണ് നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ സൂചി പ്രോപ്പറായിട്ട് ഹോളിൽ പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഞാനിവിടെ ഇത് തിരിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള പാറ്റേൺ വെക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഞാനിതിൽ സൂചിയിൽ നൂല് കോർത്തിട്ടില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ സൂചിയിൽ നൂല് കോർത്തെടുക്കുകയാണ്. ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്യാണ്. ഒരു 5 to 6 സ്റ്റിച്ചസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഇതിൻ്റെ പ്രസർ ഫുട്ട് ഒന്ന് പൊക്കിയിട്ട് ഈ ഒരു പൊസിഷൻ മാറ്റണം. ഇനി നമുക്ക് അടുത്ത 2 ഹോൾസും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുവേണ്ടി സൂചി ഞാൻ മുകളിലേക്ക് പൊക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഫാബ്രിക്കും ഈ ഒരു ബട്ടണും നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇത് തിരിച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയും നമ്മൾ ചെക്ക് ചെയ്യണം ഈ ഒരു സൂചി പ്രോപ്പറായിട്ട് ഈ 2 ഹോൾസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടോ എന്ന്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, ഇല്ലെങ്കിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക. ഇവിടെ ഞാനൊന്ന് ചെക്ക് ചെയ്യാണ് ഈ സൂചി പോകുന്നുണ്ടോ എന്ന്. ഫസ്റ്റ് ഹോളിലേക്ക് പോകുന്നുണ്ട്, സെക്കൻഡ് ഹോളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണം ഇവിടെ. അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ ആ ഒരു പൊസിഷൻ മാറ്റരുത് കേട്ടോ. കാരണം നമുക്ക് ബട്ടൺ വേണ്ടത് ആ ഒരു പൊസിഷനിലാണ്. പാറ്റേൺസ് ഡിഫറെൻറ്റ് വിഡ്ത്തിൽ ഇട്ടിട്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു സെക്കൻഡ് ഹോളിലേക്ക് ഇപ്പം സൂചി ഇറങ്ങുന്നുണ്ട്. അതുപോലെ ഫസ്റ്റ് ഹോളിലേക്ക് പോകുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് ഹോളിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇവിടെയും ഒരു 5 to 6 സ്റ്റിച്ചസ് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബട്ടണും ഫാബ്രിക്കും ഇതിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ബട്ടണും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ വരുന്ന നൂല് നിങ്ങൾക്ക് നേരത്തെ ഞാൻ ബട്ടൺ ഹോളിൽ കാണിച്ച പോലെ സൂചിയിൽ കോർത്തെടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു കുടുക്കിട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാനത് ചെയ്ത് കാണിക്കുന്നില്ല, ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തതുകൊണ്ട്. അപ്പം ഇതാണ് ബട്ടൺ ഹോളും ബട്ടണും രണ്ടും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബട്ടൺ നമുക്ക് ഈ ബട്ടൺ ഹോളിലേക്ക് ഒന്നിട്ട് നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെ കറക്റ്റായിട്ട് ബട്ടൺ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ബട്ടൺ ഹോളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ബട്ടൺ ഹോളും ബട്ടണും ചെയ്തെടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.